നമ്മുടെ ലൈഫിൽ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ മാറും. അതുകൊണ്ടാണല്ലോ ലേബർ കഴിഞ്ഞ ഉടനെ സ്വന്തം ശരീരത്തിൻ്റെ വേദന മറന്നിട്ട് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരമ്മയുടെ മുഖത്ത് പുഞ്ചിരി വരുന്നത്. അവിടെ തൊട്ട് തന്നെ ഒരമ്മയുടെ പ്രവൃത്തികൾ മാറി തുടങ്ങണം. അമ്മയുടെ മാത്രമല്ല, അച്ഛൻ്റെ. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോന്നിനും നമ്മൾ നമ്മുടെ കുട്ടിയുടെ സേഫ്റ്റി, ആ കുട്ടിയുടെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ നോക്കാൻ തുടങ്ങും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലതും ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ മാറ്റി തുടങ്ങും. നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, അങ്ങനെ ഓരോന്നിലും നമ്മുടെ പല ഹാബിറ്റുകളും നമ്മൾ ഒഴിവാക്കും. പല നല്ല ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരും. അങ്ങനെ ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയിട്ട് നമ്മുടെ ലൈഫിൽ അവരുടെ വളർച്ചക്കനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അവരുടെ പുഞ്ചിരിക്ക് മുന്നിൽ നമ്മുടെ തളർച്ചയും നമ്മുടെ ക്ഷീണവും ഒന്നും അല്ലാതാവും. അല്ലെങ്കിൽ നമ്മളതൊക്കെ മറച്ചു പിടിക്കും. ഇതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് 10 മാസം നൊന്ത് വെച്ചതിൻ്റെ, വിയർപ്പൊഴുക്കിയിട്ട് വെയിൽ കൊണ്ടിട്ട് നമ്മളെ പോറ്റി വളർത്തിയതിൻ്റെ കഥകളൊക്കെ അച്ഛനും അമ്മയും പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന കുരുത്തക്കേടുകൾക്ക് നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴേ എൻ്റെ വേദന എന്താണെന്ന് നീ അറിയൂന്ന് അവർ പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്ന, അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാലം നമുക്കുണ്ടായിരിക്കണം. ശരിയാണ്, നമ്മളൊരു അച്ഛനും അമ്മയും ആകുമ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മളെത്തുമ്പോഴാണ് അവർക്കത് പറയാനുള്ള അർഹതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അവർ നമുക്ക് വേണ്ടി ചെയ്ത സാക്രിഫൈസുകളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. അവർക്കും നമ്മളായിരുന്നു പ്രയോറിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.